കേരളം ഇപ്പോഴെന്തിനു മാറാട് ഓർക്കണം? മാറാട് മറക്കരുതെന്ന് പിണറായി ഓർമ്മിപ്പിക്കുന്നത് ആരെയാണ്? UDF ഭരിച്ചാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുപോകുമെന്ന AK ബാലന്റെ പ്രതികരണം, മാറാട് ആവർത്തിക്കുമെന്ന വാദം, അതെല്ലാം ശരിവെച്ച വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വാചാലനാവുകയായിരുന്നു. മാറാട് മാത്രമല്ല, ആന്റണി രാജിവെക്കും മുൻപ് പറഞ്ഞതും ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനത്തോട് VD സതീശൻ പ്രതികരിച്ചതുമെല്ലാം ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന്. ചരിത്രം ഓർമ്മിപ്പിക്കുമ്പോൾ കുഞ്ഞുഞ്ഞ് കുഞ്ഞാപ്പ കുഞ്ഞുമാണി പ്രയോഗം തൽക്കാലം മാറ്റിവെക്കാമല്ലേ പിണറായി? വികസനം പറഞ്ഞ് വോട്ട് വാങ്ങിയാൽ 110 സീറ്റെന്ന് ഉറപ്പിക്കാമെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിൽ മതതീവ്രവാദം എന്ന വിഷയത്തിൽ ഊന്നിയത്? പാർട്ടി നിലപാട് പാർട്ടി പറയുമെന്ന AK ബാലനെ MV ഗോവിന്ദൻ തള്ളിയിട്ടും ബാലൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? UDF വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാദിച്ചത്. AK ബാലൻ പറഞ്ഞത് ശരിയെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനും ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പിണറായി എന്റെ നേതാവെന്ന ഊറ്റം കൊണ്ട് ഇന്നലെ വരെ ചാനൽ ചർച്ചകളിൽ സജീവമായ ഇടത് സഹയാത്രികൻ കാവി പുറച്ച് BJPയുടെ കൈപിടിച്ച ദിവസമാണിന്ന്. CPMന്റെ ന്യൂനപക്ഷ വിരുദ്ധതയിലൂന്നിയ നിലപാടുകളോട് വിയോജിച്ച ഇടത് സഹയാത്രികനോട് ആ ടാഗ് ഉപേക്ഷിക്കണമെന്ന പാർട്ടി താക്കീത് ചെയ്ത ദിവസം കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധവാദം തുടരുന്നതിനൊപ്പം പഴയ പ്രതികരണങ്ങൾ ഓർമ്മിപ്പിച്ച് UDF ന്യൂനപക്ഷ വിരുദ്ധരെന്ന് സ്ഥാപിക്കാനുള്ള പുതിയ തന്ത്രത്തിന്റെ തുടക്കം കൂടിയാണ് ഇന്നു കണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് വിഷയം? വികസനമോ അതോ വർഗീയതയോ? കളം പിടിക്കാൻ കളം മാറ്റമോ എന്നതാണ് ചോദ്യം.